ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷൻ എന്ന ചാപ്റ്ററിലെ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റായ സെയിൽസ് പ്രൊമോഷൻസിനെ കുറിച്ചാണ്. എന്താണ് സെയിൽസ് പ്രൊമോഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് നാച്ചർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, advantages and disadvantages of sales promotion, and finally difference between advertising and sales promotion എന്നീ ടോപ്പിക്സുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ് പ്രൊമോഷൻ? സെയിൽസ് പ്രൊമോഷൻ refers to all promotional activities undertaken by the seller by offering incentives or extra benefits to the buyers. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ബയേഴ്സിന് ഇൻസെൻറ്റീവ്സോ എക്സ്ട്രാ ബെനിഫിറ്റ്സുകളോ ഓഫർ ചെയ്തുകൊണ്ട് സെല്ലേഴ്സ് നടത്തുന്ന എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസുകളെയും സെയിൽസ് പ്രൊമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സെയിൽസ് പ്രൊമോഷൻസ് ഇൻക്ലൂഡ്സ് ഓൾ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഫാൾ അണ്ടർ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് ഓർ പബ്ലിസിറ്റി എക്സെട്ര. ഇവിടെ സെയിൽസ് പ്രൊമോഷൻസിൽ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്സ് അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്നിവയിൽ പെടാത്ത എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലും ഉൾപ്പെടുന്നുണ്ട്. സെയിൽസ് പ്രൊമോഷൻസിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു റോജർ എ സ്ട്രാങ്, സെയിൽസ് പ്രൊമോഷൻ ആർ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ടു എൻകറേജ് പർച്ചേസ് ഓർ സെയിൽസ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. റോജർ എ സ്ട്രാങ് എന്ന വ്യക്തിയുടെ അഭിപ്രായത്തിൽ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സുകളാണ്. പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ബൈ ചെയ്യുന്നതിനോ സെല്ല് ചെയ്യുന്നതിനോ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാച്ചർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ്, ഷോർട്ട് റൺ ഇമ്പാക്റ്റ്. സെയിൽസ് പ്രൊമോഷൻ ഈസ് ഷോർട്ട് ടേം ഇൻ നാച്ചർ. വെൻ ദ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആർ വിഡ്രോൺ, ദി ബെനിഫിറ്റ്സ് ഡിസപ്പിയർ. ഷോർട്ട് റൺ ഇമ്പാക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് പ്രൊമോഷൻ ഷോർട്ട് ടേം ഇൻ നാച്ചറാണ്. മാത്രമല്ല സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസുകൾ വിഡ്രോ ചെയ്യുമ്പോൾ അഥവാ പിൻവലിക്കുമ്പോൾ ബെനിഫിറ്റ്സുകൾ ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡൈവേഴ്സിറ്റി. സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആർ വറീഡ് ആൻഡ് ഡൈവേഴ്സ് ഇൻ ദയർ ഫോംസ് ആൻഡ് ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഡിസ്കൗണ്ട്, സാമ്പിൾ, പ്രീമിയം എക്സെട്ര. ഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ ടൂൾസുകൾ അവയുടെ രൂപത്തിലും സവിശേഷതയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാമ്പിൾസ്, പ്രീമിയംസ്, ഡിസ്കൗണ്ട് എക്സെട്ര. നെക്സ്റ്റ്, quick responses. It creates quick response from people. It generates immediate sales. ക്വിക്ക് റെസ്പോൺസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് ആളുകളിൽ നിന്ന് പെട്ടെന്നുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിലൂടെ ഇമ്മീഡിയറ്റ് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സപ്പോർട്ടീവ് റോള്. ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻ്ററി ടൂൾ ടു പ്രൊമോട്ട് സെയിൽസ്. ഇറ്റ് സപ്പോർട്ട്സ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്. സപ്പോർട്ടീവ് റോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ടൂളാണ് സപ്പോർട്ടീവ് റോള്. ഇത് അഡ്വർടൈസിങ്ങിനെയും പേഴ്സണൽ സെല്ലിങ്ങിനെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഥവാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്സ്. ഇറ്റ് പ്രൊവൈഡ് സം ഇൻഡ്യൂസ്മെൻറ്റ് ആൻഡ് കൺസെഷൻ. ദിസ് ഗീവ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ്. ഇൻ ദി സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി സെയിൽസ്. ഇത് ഇൻഡ്യൂസ്മെൻറ്റ്സും കൺസെഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് കസ്റ്റമേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഇൻസെൻറ്റീവ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രോങ് അപ്പീൽ. ഇറ്റ് ക്യാച്ചസ് അറ്റൻഷൻസ് ആൻഡ് ഗീവ്സ് ഇൻഫർമേഷൻ വിച്ച് ഡയറക്റ്റ് ദി പീപ്പിൾ ടു ദി പ്രോഡക്റ്റ് ഓർ സർവീസസ്. സ്ട്രോങ് അപ്പീൽസിലൂടെ സെല്ലേഴ്സിൻ്റെ അറ്റൻഷൻസ് ക്യാച്ച് ചെയ്യുകയും പ്രോഡക്റ്റിലേക്കോ സർവീസിലേക്കോ ആളുകളെ ഡയറക്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു നാച്ചറാണ് സ്ട്രോങ് അപ്പീൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് അപ്പീൽസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻസ് ക്യാച്ച് ചെയ്യുകയും പ്രോഡക്റ്റിലേക്കോ സർവീസിലേക്കോ ആളുകളെ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് സെയിൽസ് പ്രൊമോഷൻസിനെ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻസ്. സെയിൽസ് പ്രൊമോഷൻസിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ്, ടു ഇൻഫ്ലുവൻസ് ദി കസ്റ്റമേഴ്സ് ഫോർ ബൈയിങ് ദി പ്രോഡക്ട്സ്.
പ്രോഡക്ട്സുകൾ ബൈ ചെയ്യുന്നതിന് അഥവാ പർച്ചേസ് ചെയ്യുന്നതിന് കസ്റ്റമേഴ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു എലമെൻ്റാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു മേക്ക് ദി എഫേർട്ട് ഓഫ് ഡീലേഴ്സ് ആൻഡ് സെയിൽസ് പേഴ്സണൽ മോർ എഫക്റ്റീവ്. ഡീലേഴ്സിൻ്റെയും സെയിൽസ് പേഴ്സണൽസിൻ്റെയും എഫേർട്ടുകൾ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സെയിൽസ് പ്രൊമോഷൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു അട്രാക്റ്റ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സെയിൽസ് പ്രൊമോഷൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഇൻഫോം ദി പബ്ലിക് അബൌട്ട് ദി ന്യൂ പ്രോഡക്റ്റ്, ഇറ്റ്സ് ഫീച്ചേഴ്സ്, യൂട്ടിലിറ്റി എക്സെട്ര. പുതിയ പ്രോഡക്ട്സ്, അതിൻ്റെ സവിശേഷതകൾ, യൂട്ടിലിറ്റീസ് തുടങ്ങിയവയെക്കുറിച്ച് പബ്ലിക്കിനെ അറിയിക്കാൻ സെയിൽസ് പ്രൊമോഷൻസിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു ക്യാപ്ചർ മേജർ ഷെയർ ഓഫ് ദി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയർസുകൾ അല്ലെങ്കിൽ മാർക്കറ്റിലെ മേജർ ഷെയർസുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് പ്രൊമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു മീറ്റ് കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു പോപ്പുലറൈസ് ദി പ്രോഡക്റ്റ് സോ ആസ് ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രോഡക്റ്റിനെ പോപ്പുലറൈസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദി പ്രോഡക്റ്റിനോടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് അഥവാ അനുകൂലമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്സ്. അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത് നികത്താൻ സെയിൽസ് പ്രൊമോഷൻസിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഓവർകം സീസണൽ സ്ലംപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണൽ സ്ലംപ്സ് അത് ഓവർകം ചെയ്യുക അല്ലെങ്കിൽ മറികടക്കാൻ സെയിൽസ് പ്രൊമോഷൻസിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻസ്. 3 കാറ്റഗറൈസ് ആയിട്ടാണ് സെയിൽസ് പ്രൊമോഷൻസിൻ്റെ അഡ്വാൻറ്റേജസിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറിയാണ് അഡ്വാൻറ്റേജ് ടു മാനുഫാക്ചേഴ്സ്, സെക്കൻഡ് കാറ്റഗറി അഡ്വാൻറ്റേജസ് ടു മിഡിൽ മാൻ, തേർഡ് കാറ്റഗറി അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. ഈ 3 കാറ്റഗറിയിലും സെയിൽസ് പ്രൊമോഷൻസിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻസിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സിൻ്റെ അണ്ടറിൽ സെയിൽസ് പ്രൊമോഷൻസിന് ഏതെല്ലാം രീതിയിലുള്ള ഗുണങ്ങളാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് പ്രൊമോട്ട് സെയിൽസ് പ്രൊമോഷൻസ് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ദി ഡിമാൻഡ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്ട്സുകളുടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സെയിൽസ് പ്രൊമോഷൻസ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ നേരിടാൻ വേണ്ടിയിട്ട് സെയിൽസ് പ്രൊമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ റിറ്റൈനിങ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വിച്ച് റിസൾട്ട് ഇൻ കോസ്റ്റ് റിഡക്ഷൻസ്. സെയിൽസ് പ്രൊമോഷൻസ് വലിയ തോതിലുള്ള പ്രൊഡക്ഷൻസിലേക്ക് നയിക്കുകയും ഇത് കോസ്റ്റ് കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ എൻകറേജിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദി മിഡിൽ മാൻ ടു ടേക്ക് മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റ് ഇൻ ദി സെയിൽ ഓഫ് പ്രോഡക്ട്സുകളുടെ സെയിൽസിൽ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം കാണിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ മാൻമാർ പ്രൊമോട്ട് ചെയ്യുന്നതിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും സെയിൽസ് പ്രൊമോഷൻസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫേസിങ് ദി കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളി. കോമ്പറ്റീഷൻ വിജയകരമായി നേരിടാൻ വേണ്ടിയിട്ട് സെയിൽസ് പ്രൊമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ എൻഹാൻസിങ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. സെയിൽസ് പ്രൊമോഷൻസ് ഫേംസിൻ്റെ അഥവാ ഓർഗനൈസേഷൻ്റെ ഗുഡ് വില് അത് ഇൻക്രീസ് ചെയ്യിക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അഡ്വാൻറ്റേജസ് ടു മിഡിൽ മാൻ്റെ അണ്ടറിൽ അഥവാ ഇൻ്റർമീഡിയറീസിൻ്റെ അണ്ടറിൽ എന്തെല്ലാം ഗുണങ്ങളാണ് സെയിൽസ് പ്രൊമോഷൻസിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലിംഗ് ദി പ്രോഡക്റ്റ്. സെയിൽസ് പ്രൊമോഷൻസിലൂടെ പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ സെയിൽസ് ഓഫ് മിഡിൽമാൻമാരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യിക്കാൻ സെയിൽസ് പ്രൊമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എൻഹാൻസ് ദ ഗുഡ് വിൽ ഓഫ് മിഡിൽമാൻ. സെയിൽസ് പ്രൊമോഷൻസിലൂടെ മിഡിൽമാൻമാരുടെ ഗുഡ് വില് അത് ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദി പ്രോഫിറ്റ് ഓഫ് മിഡിൽമാൻമാരുടെ പ്രോഫിറ്റ് അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് പ്രൊമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് സിംപ്ലിഫൈസ് ദി വർക്ക് ഓഫ്
സെയിൽസ് പ്രൊമോഷൻസിൽ വരുന്ന മിഡിൽമാൻമാരുടെ ജോബ് അത് സിംപ്ലിഫൈസ് ആക്കാൻ അഥവാ ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ അണ്ടറിൽ സെയിൽസ് പ്രൊമോഷൻസ് ഏതെല്ലാം രീതിയിലുള്ള ബെനിഫിറ്റ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഗീവ്സ് ദി നോളജ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള നോളജസ് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ട്, ഇറ്റ് ഗീവ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ന്യൂ യൂസേഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിലവിലുള്ള പ്രോഡക്ട്സുകളുടെ പുതിയ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇത് കൺസ്യൂമേഴ്സിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഓഫേഴ്സ് എ നമ്പർ ഓഫ് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സ് ടു കൺസ്യൂമേഴ്സ്. ഇത് കൺസ്യൂമേഴ്സിന് ധാരാളം ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കൺസ്യൂമേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കോമ്പറ്റീഷൻസ്. കൺസ്യൂമേഴ്സിന് കോമ്പറ്റീഷൻസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ടു കൺസ്യൂമേഴ്സ്. ഇത് കൺസ്യൂമേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ സോഴ്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻസ്. സെയിൽസ് പ്രൊമോഷൻസിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ്, സെയിൽസ് പ്രൊമോഷൻ ഈസ് ഓൺലി എ ഷോർട്ട് ടേം ആക്ടിവിറ്റി. ഇറ്റ് ഹാസ് ഓൺലി ഷോർട്ട് ടേം എഫക്റ്റ് ലൈക്ക് എ ഫ്ലാഷ് ലൈറ്റ്സ്, ഇറ്റ് ഫ്ലാഷസ് ആൻഡ് ഡിസപ്പിയർ. സെയിൽസ് പ്രൊമോഷൻസ് ഒരു ഷോർട്ട് ടേം ആക്ടിവിറ്റീസ് മാത്രമാണ്. ഇതിന് ഷോർട്ട് ടേം ആയുള്ള റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫ്ലാഷ് ലൈറ്റ്സ് പോലെയാണ് ഈ സെയിൽസ് പ്രൊമോഷൻസിൻ്റെ ഷോർട്ട് ടേം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെയിൽസ് പ്രൊമോഷൻസ് അലോൺ കനോട്ട് പ്രൊഡ്യൂസ് ഡിസൈർഡ് റിസൾട്ട്. ഇറ്റ് നീഡ് ദി സപ്പോർട്ട് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്സ്. സെയിൽസ് പ്രൊമോഷൻസിന് മാത്രം ആഗ്രഹിച്ച റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതിന് അഡ്വർടൈസിങ്ങിൻ്റെയും പേഴ്സണൽ സെല്ലിങ്സിൻ്റെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ടു മെനി സെയിൽസ് പ്രൊമോഷൻസ് മേ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദി ബ്രാൻഡ് ഇമേജസ്. ഇറ്റ് മേ സിഗ്നൽ പ്രോഡക്റ്റ് വീക്ക്നെസ് ടു കൺസ്യൂമേഴ്സ്. വളരെയധികം സെയിൽസ് പ്രൊമോഷൻസുകൾ ബ്രാൻഡ് ഇമേജസിനെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ഇത് കൺസ്യൂമേഴ്സിന് അവരുടെ സെയിൽസിലുണ്ടാവുന്ന വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദി ഡിസ്കൗണ്ട്സ് ആർ നോട്ട് റിയൽ ബിക്കോസ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ റൈസ്ഡ്. സെയിൽസ് പ്രൊമോഷൻസിൻ്റെ കേസിൽ ഡിസ്കൗണ്ടുകൾ എന്താണ്? റിയൽ ആയിരിക്കില്ല. കാരണം പ്രോഡക്റ്റിൻ്റെ വില ഇതിനകം ഉയർത്തിയിട്ടുണ്ടായിരിക്കും. അത്തരം കേസുകൾ എന്താണ്? ഡിസ്കൗണ്ട് അവിടെ യഥാർത്ഥമാവൂല. നെക്സ്റ്റ്, ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ഡു നോട്ട് ഓൾവേസ് ഡെലിവർ ദെയർ പ്രോമിസസ് വെൻ ഗീവ് ഇൻസെൻറ്റീവ്സ്. ഹോട്ടലേഴ്സും റീറ്റെയിലേഴ്സും എപ്പോഴും പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഓഫേഴ്സുകൾ നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസുകളാണ് സെയിൽസ് പ്രൊമോഷൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷനും അഡ്വർടൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എയിംസ് അറ്റ് അട്രാക്റ്റ് ഇൻ ദി അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അഡ്വർടൈസിങ് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നതാണ് അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻസ് ആണെങ്കിൽ എയിംസ് അറ്റ് അട്രാക്റ്റിംഗ് നോട്ട് ഓൺലി കൺസ്യൂമേഴ്സ് ബട്ട് ഓൾസോ മിഡിൽ മാൻ ആൻഡ് സെയിൽസ് പ്രൊമോഷൻസ്. സെയിൽസ് പ്രൊമോഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ മാത്രമല്ല മിഡിൽ മാൻമാരെയും അട്രാക്റ്റ് ചെയ്യുകയും സെയിൽസ് പ്രൊമോഷൻസ് ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വർടൈസിങ് എന്ന് പറയുന്ന അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ്. ബ്രാൻഡ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എഫേർട്ട് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ആണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻസ് ആണെങ്കിൽ അറ്റംപ്റ്റ് ടു ഗെറ്റ് ക്വിക്ക് സെയിൽസ് ഓർ ഇൻഡ്യൂസ് ട്രയൽസ്. ക്വിക്ക് സെയിൽസ് അഥവാ പെട്ടെന്നുള്ള സെയിൽസ് നേടാനോ ട്രയൽ ഇൻഡ്യൂസ് ചെയ്യാനോ അറ്റംപ്റ്റ് ചെയ്യുക എന്നതാണ് സെയിൽസ് പ്രൊമോഷൻസിൽ പറയുന്നത്. അഡ്വർടൈസിംഗ് എന്ന് പറയുകയാണെങ്കിൽ അപ്പീൽസ് ആർ ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീലുകൾ സാധാരണ ഇമോഷണൽ ലെവൽസിലാണ് അഡ്വർടൈസിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെയിൽസ് പ്രൊമോഷൻസ് ആണെങ്കിൽ റാഷണൽ ലെവൽസിലാണ് അപ്പീൽസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ അഡ്വർടൈസിംഗ് ആണെങ്കിൽ എഫക്റ്റീവ് ഇൻ ദി ലോങ് റൺ ആയിരിക്കും. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് റൺ പോളിസി അല്ലെങ്കിൽ ലോങ് റൺ എഫക്റ്റീവ് ആയിരിക്കും അഡ്വർടൈസിംഗ് ഉണ്ടാവുക. സെയിൽസ് പ്രൊമോഷൻസിന് എന്താണ്? ഷോർട്ട് റൺ എഫക്റ്റീവ് ആയിരിക്കും. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ്,
ഇൻഡയറക്റ്റ് അപ്രോച്ചസ് ആണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് അപ്രോച്ചസ് ആയിക്കാരും സെയിൽസ് പ്രൊമോഷൻസ്. നെക്സ്റ്റ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണ് അഡ്വർടൈസിങ്. നേരെ മറിച്ച് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് അഡ്വർടൈസിങ് കൂടി ഇൻക്ലൂഡ് ചെയ്താണ് സെയിൽസ് പ്രൊമോഷൻസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഇറ്റ് യൂസ് ദ പുൾ സ്ട്രാറ്റജി. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പുൾ സ്ട്രാറ്റജി ആയിരിക്കും. നേരെ മറിച്ച് പുൾ സ്ട്രാറ്റജീസ് ആണ് അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സെയിൽസ് പ്രൊമോഷൻസ് ആണ് പുഷ് സ്ട്രാറ്റജിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് പേഴ്സണൽ സെല്ലിങ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് നാച്ചർ ഓഫ് പേഴ്സണൽ സെല്ലിങ്, ദെൻ ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പേഴ്സണൽ സെല്ലിങ്, ഫൈനലി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.